ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി പഠനത്തിലൊരു ബിഗിനറാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പം LDC എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനൽ കീ ഒക്കെ വന്നു, കുറേ ഡിലീഷനൊക്കെ വന്നു, കുറേ ക്യാൻസലേഷൻ വന്നു, കുറേ ആൻസേഴ്സൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു. കുറേ പേര് ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു എക്സാം ആയിരിക്കാം LDC എക്സാം. പക്ഷെ നമുക്ക് അതനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പലർക്കും ടെൻഷൻ കാരണവും പിന്നെ ആ ഒരു ഹാളിലിരിക്കുന്ന സമയത്ത് വളരെ ടെൻസ്ഡ് ആയിട്ട് കുറേ അറിയാവുന്ന ആൻസേഴ്സ് തെറ്റിപ്പോയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരൊക്കെ PSC ഇപ്പോൾ വിട്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇനി ഞാൻ PSC ഇല്ല, മറ്റെന്തെങ്കിലും വഴികൾ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരും ഉണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൂടെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ LD കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് നമ്മൾ മാക്സിമം LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ ആ ഒരു പഠനത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉടനെ തന്നെ അടുത്ത എക്സാം 10th പ്രിലിംസിൻ്റെ എക്സാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ 10th പ്രിലിംസിൻ്റെ അകത്ത് മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതാണ് സെക്രട്ടേറിയറ്റ് OAക്കൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിനി പ്രിപ്പയർ ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണിത്. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ വൈഡായിട്ടുള്ള ക്ലാസ്സസോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ സിലബസ് വെച്ചിട്ട് ഒരു സിലബസ് എടുക്കുന്നു, അതിനെക്കുറിച്ച് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നു, അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നു. ഇപ്പം 10th പ്രിലിംസിൻ്റെ ആണെങ്കിൽ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത്, നമുക്ക് PSC സംബന്ധിച്ചൊരു കാര്യം നമുക്കറിയാം, ആവർത്തനമാണ്, റിപ്പീറ്റേഷനാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് അത് വളരെ സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ ഒരു കോഡ് രൂപത്തിലാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇടുന്ന ഒരു വീഡിയോ, മിക്ക വീഡിയോസും കോഡ്സ് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ ആയിരിക്കാം. അപ്പം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത്, ഇപ്പോൾ ഒരു കോഡാണല്ലോ ഇതിപ്പോൾ ഇതിലെന്നാ കാര്യം ഇരിക്കുന്നതെന്ന് ചിന്തിക്കാതെ മസ്റ്റായിട്ട് ആ ഒരു കോഡ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും എക്സാമുകളിൽ ചോദിച്ചിട്ടുമുണ്ട്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഞങ്ങളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലേലും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ കോഡ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുമെന്ന് ഞങ്ങൾക്ക് അത്രയ്ക്കൊരു ഇതുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ മാക്സിമം ആ വീഡിയോസ് കാണുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വലിയ പാടില്ല. കാരണം നമ്മൾ കോഡായിട്ടാണ് ഇടുന്നത്. വലിയ ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ്. അതൊരു ബുക്കിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് 2-3 തവണ ക്ലാസ് കേട്ടാൽ മതി. എഴുതണമെന്ന് പോലും നിർബന്ധമില്ല. നമ്മൾ എഴുതി സമയം കളയുന്നതിലുപരി നമുക്കത് കേട്ടിട്ട് അത് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതേ അത് മനസ്സിലായില്ലെന്നോർത്ത് സ്കിപ്പ് അടിച്ച് പോവാതെ ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങളത് കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇനി വരുന്ന ഈ 10th പ്രിലിംസിന് നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സുകളും ഇനി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ക്ലാസ്സുകൾ, ഈ കോഡും ടിപ്സും ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സസ് കൂടെ ഞങ്ങൾ അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കറണ്ട് അഫെയർ എന്ന് പറയുമ്പം നമ്മൾ ഓരോ മാസത്തെ എടുത്തോ ഓരോ ആഴ്ചയിലെ എടുത്തോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം നമുക്കിനി ഒത്തിരി ടൈമില്ല. ഡിസംബറിൽ തന്നെ നമ്മുടെ 10th പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ കറണ്ട് അഫെയർ ആയിട്ട് ഒരു 10-15 ഒരു വീഡിയോക്കകത്ത് ഒരു 10-15 കറണ്ട് അഫെയറിക്കുള്ളിൽ വരത്തില്ല. അതിൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന്, ഇപ്പോൾ കറണ്ട് അഫെയർ ചുമ്മാ ഒരു കറണ്ട് അഫെയർ വായിക്കുന്നു പോന്നു, അങ്ങനെയല്ല, ഒരു കറണ്ട് അഫെയർ എടുക്കുന്നു, അതുമായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഞങ്ങളതിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ ഓരോ ദിവസവും 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും ഇടുന്നത്. ടോപ്പിക് വൈസ് അല്ലെങ്കിൽ സിലബസ് വൈസ് ക്ലാസ്സുകൾ ഞങ്ങൾ ഇടുന്നുണ്ട്. അതല്ലാണ്ട് നമ്മളിടുന്ന കോഡുകളും ടിപ്സും എല്ലാം തന്നെ ഈ 10th പ്രിലിംസിനെ കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. LD എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങളും 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് 10th പ്രിലിംസ്. കാരണം നമ്മൾ LD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിൽ കൂടെ ഇത് എത്തിക്കുക. താങ്ക് യു.